ഹായ് ഫ്രണ്ട്സേ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഈ വീഡിയോ ഞാൻ നേരത്തെ എടുത്തു വെച്ച് അറിയാമല്ലോ. എല്ലാവരും വന്നപ്പോൾ നമ്മൾ വട്ടവട പോയ കാര്യമൊക്കെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മിസ് ചെയ്യാതെ നിങ്ങൾ എൻ്റെ വരെ കാണണം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മളിതേ ഒരു വ്യൂ പോയിൻറ്റിലേക്കാണ് ഈ പോകുന്നത് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. കുറേ ആളുകളും കുതിര സവാരി എല്ലാം ഉള്ള ഒരു വ്യൂ പോയിൻ്റാണേ. അപ്പോൾ ഇവിടെ ഇറങ്ങി നിന്ന് കുറച്ച് നേരം നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേഗം പോകണം, കാരണം 6 മണിക്ക് ശേഷം അവിടെ കടത്തി വിടുകയില്ല, അത് കാടല്ലേ. അപ്പോൾ അതിന് മുന്നേ നമ്മളവിടെ ചെന്ന് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മളവിടെ ഇതേ വണ്ടിയൊക്കെ നിർത്താനായിട്ട് ഒരിടത്ത് കുറേ ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഒരു മുഴുത്ത അവിടെ ഇറങ്ങി പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര മധുരമായിരുന്നേ. പിന്നെ തണുപ്പും കൂടെ ആയതുകൊണ്ട് ആ ഒരു ഫ്രിഡ്ജിലൊക്കെ വെച്ചൊരു ഫീലായിരുന്നു കേട്ടോ ശരിക്കും. പിന്നെ അമ്മ അവിടെ നിന്ന് വ്ളോഗൊക്കെ എടുക്കുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് വരുന്ന കുഞ്ഞ് കളിപ്പാട്ടം ഉള്ള കാറില്ലേ, കളിപ്പാട്ടം കാറ് പോകുന്നതാണോ തോന്നുന്നത്. ഒരു 10-15 മിനിറ്റ് നമ്മൾ അവിടെ നിന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ വേഗം ഫുഡ് കഴിക്കണം. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. പിന്നെ അവരവിടെ പോയിട്ട് ഇതേ സൺഗ്ലാസ്സൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ദേവനും അവരൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലിജിപ്പണ്ട് ഇതേ ഗ്ലാസ് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഗ്ലാസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെ. അപ്പോൾ അങ്ങനെ അത് മേടിച്ചു. സുന്ദരി കൊച്ചായി അങ്ങനെ ഓരോന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. മീമർത്താണോ? വാങ്ങോ നല്ല സാപ്പിടുങ്കോ. ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുതു സ്ഥലത്തോടെ കയറിപ്പോട്ടോ. പാമ്പെല്ലാം ഇருக்கு. നോർത്ത് ചാടി വീണ എന്താ അവസ്ഥ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നുകൊണ്ട് വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ യാത്രയാകുകയാണ്. ഇതാണ് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ അടിപൊളി ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകളും ഉണ്ട് കേട്ടോ. നല്ല രസമായിരുന്നേ കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ നേരത്തെ വരുന്ന സമയത്തൊന്നും ഇങ്ങനെ ഗ്രില്ല് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പുതിയതായിട്ട് വെച്ചതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പണ്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത്ര വലിയതായിട്ട് അറിയില്ല, എങ്കിലും ഞാൻ അതൊക്കെ ആസ്വദിക്കാൻ. സൈഡ് ബാഗ് അപ്പം ഞാൻ ബാഗിൻ്റെ ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാഗ് സെക്ഷനിലേക്കാണ് ആദ്യം നോക്കിയത്. പിന്നെ ഇവിടെ ഒരു കടയിൽ മാല, വള, കമ്മൽ എല്ലാ സാധനവും ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇറങ്ങാനുള്ള പ്ലാനിലാണ് പോകുന്നത്. കണ്ട് ഇറങ്ങുക.
താഴെ ഇറങ്ങുന്നുണ്ടോ കളിക്കും അതിന്റെ അമ്മയാ തോന്നുന്നു. ചുറ്റും നോക്കട്ടെ നോക്കട്ടെ അടിയിൽ നോക്കടാ ഇരിക്കാൻ ഞാൻ കണ്ടില്ലടാ ഞാൻ ഫോണിൽ കൂടെ ഇരിപ്പുണ്ടോ ഇല്ലടാ തീർന്നോടാ ഇതറിയാ അത്ര ഓഞ്ഞു കേക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കുരങ്ങന്മാരെയൊക്കെ കണ്ട അവർ നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ് കേട്ടോ. ഓറഞ്ച് കൊടുത്തപ്പോൾ അത് തൊലി പൊളിച്ചിട്ട് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ അവരെയൊക്കെ കണ്ട ശേഷം നമ്മൾ മുന്നോട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങ് കാണുമ്പോൾ നല്ലപോലെ മഞ്ഞൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. നാഷണൽ പാർക്ക് ഇവിടെയായിരുന്നു ഇതെല്ലാം ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഏതെങ്കിലും മൃഗങ്ങളെ കാണാമെന്നൊക്കെ. അതുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. ഭാഗ്യവശാൽ ഒന്നും കാണാൻ പറ്റിയില്ല. എങ്കിലും നല്ല രസം, എന്ത് രസമാണല്ലേ സ്ഥലം കാണാനായിട്ട്. ഒരു പ്രത്യേക ഭംഗിയാണേ. നമ്മൾ ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വന്നു കേട്ടോ. ഇനി നമ്മൾ യൂക്കാലിക്കാട്ടിലേക്കാണ് കയറുന്നത്. ഇവിടെ ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ടേ. നമ്മൾ മൃഗങ്ങളെ ഏതെങ്കിലും ഒന്നിനെ കാണാമെന്നൊക്കെ പ്രതീക്ഷയാണ് വന്നത്, പക്ഷേ പറ്റിയില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ കയറുന്ന സമയത്ത് ഇവിടെ വണ്ടി നിർത്തിയിട്ട് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും നിൽക്കാൻ പാടില്ല. നമ്മൾ യാത്ര ഇങ്ങനെ തുടരേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ചെക്ക് പോസ്റ്റ് കടക്കുമ്പോൾ തന്നെ അവർ നമ്മുടെ അടുത്ത് പറയും എവിടെയും നിൽക്കരുത്, വണ്ടി നിർത്തിയിട്ട് നിൽക്കരുതെന്ന് പറഞ്ഞാണ് വിടുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മളെവിടെയും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ യൂക്കാലിക്കാടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ ഏതെങ്കിലും മൃഗം വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് ഒരു മൃഗത്തെ പോലും കാണാൻ പറ്റിയില്ല കേട്ടോ. എന്തായാലും ലക്കൊന്നും നമുക്കില്ല, അതുകൊണ്ട് മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ നമ്മളിത് വട്ടവട എത്താറായിട്ടുണ്ടേ. അപ്പോൾ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവിടെ എല്ലാ ഹോം സ്റ്റേയുടെയൊക്കെ വീടുകളും ഒക്കെ കാണാൻ പറ്റും. നമ്മളിവിടെ ചെല്ലുമ്പോൾ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് ചെല്ലുന്ന ഒരു ഫീലാണ് കേട്ടോ. അതിന് നമ്മൾ വട്ടവട വന്ന് ഇറങ്ങി മേളിൽ ഇങ്ങനെ കാഴ്ചകൾ, ഓരോ കൃഷികൾ. ഇപ്പം കൃഷി എന്ന് പറയുന്നത് സ്ട്രോബെറിയാണ് കേട്ടോ കൂടുതലും. അപ്പോൾ ഓരോ സീസണിൽ ഇവർ കൃഷി ചെയ്യുന്നത് പച്ചക്കറിയാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. ഇങ്ങനെ ഓരോരോ തട്ടായിട്ട് എന്ത് രസമാണല്ലേ കാണാനായിട്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അതെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കപ്പ ബിരിയാണി ഉണ്ടാക്കണം. ചെല്ലടാ, ഞങ്ങൾ വീഡിയോ എടുത്തരാം. ചെല്ലു കുതിരയാടാ പോണ്ടേ? കുതിര ശരി ശരി. 500 രൂപയുള്ളൂ. പക്ഷെ അവിടെ നമ്മുടെ വീട്ടിലല്ലേ തിരുവാക്കാണല്ലോ. അവര് സ്ട്രോബെറി തോട്ടം കാണണമെന്ന് ചോദിച്ചതാ. അവര് കാണണ്ട, നമ്മള് രാവിലെ തനിയും കാണാം. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ കേട്ട് വരുന്നില്ലേ?
ഹലോ 7 സ്പീക്കർ ഇവിടെ ഉണ്ട്, പാട്ടൊക്കെ ഇടാൻ ഇവിടെ ഉണ്ട്. അത്യാവശ്യം ഓക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ 4 ബെഡ് ഉണ്ടായിരുന്നു, 4 കട്ടിലുണ്ടായിരുന്നു, പുതയ്ക്കാനുള്ള ഉണ്ടായിരുന്നു, പിന്നെ കുക്ക് ചെയ്യാനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ എല്ലും കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കപ്പ ഇവിടെ കിട്ടാൻ ആഴ്ചയിൽ ഒന്നേ വരുള്ളൂ കേട്ടോ. പിന്നെ പാട്ടൊക്കെ വെച്ച് ഞങ്ങളിതേ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അതിലേക്ക് നോക്കി എന്ത് രസമാണല്ലേ, വെട്ടമൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്ന് കുറേ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ചു. ഇവർ കടയിൽ പോയിട്ട് വന്ന് പൊറോട്ടയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ടോ അതെല്ലാം കാണാതെ ശ്രീകുട്ടൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ലിജിമോളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ അവർ വിറക് നമുക്ക് കൊണ്ടുപോയി തന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം നമ്മളിത് കത്തിക്കാനായിട്ട് പാടുപെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ കണ്ണപ്പൻ്റെ കൈയൊക്കെ പൊള്ളി ആകെ സീനൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ എന്തൊക്കെയായാലും കത്തിച്ച് അടങ്ങുള്ളൂ എന്നുള്ള ഇതിലായിരുന്നു അവൻ. അങ്ങനെ അവസാനം അടിപൊളിയായിട്ട് കത്തിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും എലിക്കുട്ടിയമ്മ ബീഫ് കറിയൊക്കെ വെച്ചായിരുന്നു. ഞങ്ങളങ്ങനെ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചിട്ട് നേരത്തെ തന്നെ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ അമ്മയ്ക്കൊക്കെയാണ് തണുത്ത് മരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ നാളെ കാണാം കേട്ടോ.